തന്നെയാണല്ലോ കേരളം മുഴുവൻ ഒരേ സ്വരത്തിൽ പറയുന്നത്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കത്തുകളും അദ്ദേഹത്തിൻ്റെ ഫോൺ കോളുകളുടെ കൃത്യമായ പരിശോധനയുമെല്ലാം പോലീസ് മാത്രമല്ല ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും തുറന്ന പുസ്തകം പോലെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടഞ്ഞുപോയ പശ്ചാത്തലത്തിലാണ് ആത്മഹത്യയിലേക്ക് സ്വന്തമല്ല മകനെയും ഒന്നും അദ്ദേഹവും ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എന്നത് അതിദാരുണമായ ഒരു സംഭവമാണ്. ആ സംഭവത്തിൽ കൃത്യമായ അന്വേഷണവും നിലപാടും സ്വീകരിക്കണം എന്ന് തന്നെയാണ് കേരളം ഒന്നടങ്കം ഒരേപോലെ ആവശ്യപ്പെടുന്നത്. അതിന് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രണ്ടുപേരും അവരെ ആക്ഷേപിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. ആ കുടുംബത്തെ അന്തവും കുന്തവും ഇല്ലാതെ ഒരു കുടുംബമാണ് എന്നും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് ആ കുടുംബം ചെയ്യുന്നത് എന്നുമാണ് അവർ പ്രതികരിച്ചത്. മനസാക്ഷിയുള്ള ഒരാൾക്കും ഇങ്ങനെയുള്ള ഒരു സംഭവത്തെ ഒരു ശരിയായൊരു കൊലപാതകം തന്നെയാണ്. അദ്ദേഹം വളരെ കാലത്തെ കോൺഗ്രസ് ജീവിതം 10-50 വർഷക്കാലം ഈ എല്ലാ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിന്ന് ഒരു തരത്തിലും കോൺഗ്രസിനെ നോവിപ്പിക്കരുത് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് സ്വയം ഇല്ലാതായിട്ടുള്ള ഒരാളാണ്. സ്വന്തം മകനെയും ഇല്ലാതാക്കിയിട്ട് ഇതാ സംഭവം. അപ്പോൾ കൃത്യമായ അന്വേഷണം വേണം, ആവശ്യമായ നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്.